ഭീകരവാദം ഇല്ലാതാക്കാൻ ശക്തമായ നടപടി വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കമല സദാനന്ദൻ. ജോയിന്റ് കൌൺസിലിന്റെ 56ാമത് വാർഷിക ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഭീകരവാദം അടിച്ചമർത്തുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടുവെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കമല സദാനന്ദൻ ജോയിന്റ് കൌൺസിലിന്റെ 56ാമത് വാർഷിക ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത ദിവസമുണ്ടായ സംഭവം ജമ്മു കാശ്മീരിലെ ഭീകരരാൽ വധിക്കപ്പെട്ട 26 പേരെ നമ്മൾ ഓർമ്മിക്കുന്നു. അതിൽ നമ്മുടെ എറണാകുളത്തുകാരനായ രാമേന്ദ്രൻ ഉൾപ്പെടെ പെടുകയുണ്ടായി. ഭീകരവാദത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നമ്മുടെ ബഹുജന സംഘടനകളിലെല്ലാം തന്നെ രംഗത്ത് വരേണ്ട സമയത്താണ് ജോയിന്റ് കൌൺസിലിന്റെ ഈ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി 2014 അധികാരത്തിൽ വരുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും നടപ്പിലാക്കാതെ മുന്നോട്ട് പോവുകയാണ്. മതത്തിന്റെ പേരിൽ, വർഗീയത പേരിൽ ജനങ്ങളെ തരംതിരിച്ച് കാണിക്കുമ്പോൾ, അതുപോലെ തന്നെ ഒരു മതേതര ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെയെല്ലാം എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ബഹുജന സംഘടനകളും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഭീകരതയും വർഗീയതയും ഇല്ലാതാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കമല സദാനന്ദൻ ആവശ്യപ്പെട്ടു. CPI സംസ്ഥാന കൌൺസിൽ അംഗം PK രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ ആമുഖ പ്രഭാഷണം നടത്തി. CPI സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കോളാടി മുഖ്യപ്രഭാഷണം നടത്തി. AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ ഉപഹാര സമർപ്പണം നടത്തി. ബിന്ദു രാജൻ, PT ബെന്നി, CA അനീഷ്, MA അനൂപ്, ഹുസൈൻ പതുവന, KK ശ്രീജിഷ്, G അരുൺ, EP പ്രവിത, കൊച്ചുത്രേസ്യ ജാൻസി, സാജു EP, സന്ദീപ് ആർ എന്നിവർ പങ്കെടുത്തു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ പ്രകടനം കോതമംഗലം ഹൈറേഞ്ച് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. മീഡിയ സൃഷ്ടി, കോതമംഗലം.